പാട്ടുകാരുടെ കുറുമ്പും കുസൃതിയും സംഗീതവും മലയടിക്കുന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ, പ്രസന്റഡ് ബൈ മഹാലക്ഷ്മി സിൽക്സ് ആൻഡ് ടിംപെക്സ്, പവർഡ് ബൈ ഐടെക്സ് ഡാസ്ലർ ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ്, ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം, സിയറ്റ് ആൻഡ് പോളിക്യാപ്സ്. കൊച്ചു പാട്ടുകാർക്ക് കൂട്ടും കരുതലും നൽകുന്ന നമ്മുടെ പ്രിയ ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ, സിതാര ചേച്ചി, കുട്ടിപ്പാട്ടുകാരുടെ സംഗീത വസന്തത്തിന്റെ വാദ്യവൃന്ദം, നമ്മുടെ സ്വന്തം ടോപ്പ് ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗർ വിജയിക്ക് ലഭിക്കുന്നത് ഒന്നാം സമ്മാനം തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. രണ്ടാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കുന്നു. പാട്ട് ഗംഭീരമായിട്ട് പാടി, പക്ഷെ അതിന്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആനന്ദയാഴை மீட்டுகிறாய், அடி நெஞ்சில் வண்ணம் தீட்டுகிறாய். കരയുന്ന എന്തിനാ? അച്ഛൻ സിംഗപ്പൂരിലാണ് വർക്ക് ചെയ്യുന്നത്. പാട്ടിന്റെ പാലാഴിയിലെ പവിഴമുത്ത്, ടോപ്പ് സിംഗറിന്റെ പ്രിയ ഗായകൻ ആദിത്യൻ. വെൽക്കം ഓൺ സ്റ്റേജ്. ഗിരീഷ് പുത്തഞ്ചേരി സാർ റൗണ്ടിൽ ഞാനിന്ന് പാടാൻ പോകുന്നത് രാവണപ്രഭു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ അറിയാതെ അറിയാതെ എന്നുള്ള പാട്ടാണ്. ആഹാ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ആദിത്യൻ? ജോൺ എഫ് കെന്നഡി. ഓക്കെ.
ഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയുമാഷാഢതീരം അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ ഈ പവിഴവാർത്തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. ഇതൊരമരഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയുമാഷാഢതീരം അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ ഈ പവിഴവാർത്തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. ഇതൊരമരഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയുമാഷാഢതീരം അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ ഈ പവിഴവാർത്തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. ആദിത്യൻ, എന്തോ? നല്ല സെലക്ഷൻ. ആദിത്യൻ നന്നായിട്ട് പാടി, വെരി ഗുഡ്. താങ്ക് യു സർ. ഈ എപ്പോഴും നമ്മൾ എടുക്കുമ്പോഴേ ഈ രണ്ടുപേര് പാടിയത് എടുക്കുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് അവർ രണ്ടുപേരും മുട്ടിച്ചാ നിർത്തുന്നത്. പാടുമ്പോഴത്തേക്ക് ഡിവറ്റ് പാടുമ്പം മെയിലും ഫീമെയിലും ഫീമെയിൽ നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മെയിൽ തുടങ്ങുന്ന ഇത് വരും. അപ്പോഴത് രണ്ടും ഒരുമിച്ച് പാടുമ്പോഴത്തേക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വരും പല സ്ഥലങ്ങളിൽ. ആദിത്യൻ തുടക്കം തൊട്ട് ഗംഭീരമായിട്ട് പാടി, നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ആദിത്യന് ഇതിനെക്കാട്ടിൽ പാടാൻ പറ്റും. ഒരു സോളോ സോങ് ആണെങ്കിൽ ആദിത്യൻ ഇതിനെക്കാട്ടിൽ വെച്ച് കസറിയന്. ഈ ഡ്യുവറ്റ് ആകുമ്പോഴത്തേക്ക്
പല ഇത് അതിൻ്റെ അനുപല്ലവി അല്ലെങ്കിൽ ചരണത്തിൻ്റെ എൻഡ് വന്ന് നിന്നിട്ട് പെട്ടെന്ന് നാനി നാനി അങ്ങനെ ഒരു സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ചരണം ഒന്ന് പഠിക്കുമ്പോൾ അത് ശ്രുതിയിൽ കുറച്ചൊരു വേരിയേഷൻ വന്നു. വാൻമൃദംഗാദിവാദ്യ വൃന്ദങ്ങൾ വാനിലുയരുന്നുവോ, സ്വർണ്ണ കസ്തൂരി കനകകളഭങ്ങൾ കാറ്റിലുതിരുന്നു, കാറ്റിൽ കളഭങ്ങൾ കാറ്റിലുതിരുന്നു, കാറ്റിലുതിരുന്നുവോ. അടുത്ത അവിടൊക്കെ കുറച്ച് സ്ട്രെയിൻ വരുന്നുണ്ട്. ഇനി അടുത്ത പോർഷൻ പാടുമ്പോഴത്തേക്കും മോനക്ക് ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നു. പഠിക്കും. അറിയമാൻ പേട പോലെ നീ എൻ്റെ, അറിയമാൻ പേട പോലെ നീ എൻ്റെ തരരാരെ, അത് വരണം. അങ്ങനെ ആ ഒഴുക്ക് വരട്ടെ. ഒന്നുകൂടെ പഠിക്കും. അറിയമാൻ പേട പോലെ നീ എൻ്റെ, പോലെ നീ എൻ്റെ, പോലെ നീ എൻ്റെ അരികെ വന്നൊന്നു നിൽക്കുമ്പോൾ, അടുത്ത് മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാപ്പുമേയും മേലാപ്പുമേയുമ്പോൾ നീ വനവലാകയായി പാടുന്നു. ഇതൊരമര ഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം, അലനൊറിയുമാഷാഢതീരം, അതിലമൃതു പെയ്യുമീ ഏഴാം യാമം അറിയാതെ. അതവിടെ ഞാൻ പറഞ്ഞില്ലേ, യാമം അത് കഴിഞ്ഞാൽ പിന്നെ മെയിലാ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്ക് അത്രയും ഒരു സ്ട്രെയിൻ വരുന്നുണ്ട്. അത് പാടാനും പ്രയാസമായിട്ട് വരും. പക്ഷെ മോൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ അതിമനോഹരമായിട്ടുണ്ട്, ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങൾ. ഇതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇനി സൂക്ഷിച്ചെടുക്കണം. കാരണം അല്ലെങ്കിൽ അതുപോലെ ഗ്യാപ്പ് കിട്ടുന്ന ഡ്യുവറ്റ് സോങ് നോക്കിയിട്ട് ഗ്യാപ്പ് ഉണ്ടോ, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇതൊരു കോമ്പറ്റീഷനാണ്. എന്താണ് കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. ആദിത്യോ, എടേ കോമ്പറ്റീഷൻ ആണെങ്കിൽ കപ്പ് കിട്ടിയേ പറ്റൂ കേട്ടാ. ഗപ്പില് കുറഞ്ഞ ഒന്നും നമുക്ക് വേണ്ട കേട്ടാ. ഗപ്പ് അവിടെ നിൽപ്പുണ്ട്, കണ്ടില്ലേ? ആ ഗപ്പ് ഉണ്ടാ, കറങ്ങുന്ന ഗപ്പ്, കറങ്ങുന്ന ഗപ്പ്, അത് കിട്ടിയേ പറ്റൂ. അപ്പൊ എല്ലാ നോട്ടവും അതിലോട്ടായിരിക്കണം. വേറെ ഒരു നോട്ടവും പാടില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. മ്യൂസിക് ഗപ്പ് ഗപ്പ് മ്യൂസിക്, മ്യൂസിക് ഗപ്പ് ഗപ്പ് മ്യൂസിക്, അങ്ങനെ പാടും കേട്ടാ. അത് മറക്കണ്ട. പിന്നെ പാടിയത് അങ്കിളിന് വളരെ ഇഷ്ടപ്പെട്ടു. മിടുക്കനാണ്, നല്ല മിടുക്കനാണ്. എന്ത് ഈസി ആയിട്ടാണ് പാടുന്നത് അല്ലേ? എഫേർട്ട്ലെസ് ആണ്. ഈ മെയിലിൽ കുറച്ച് സ്ട്രെയിൻ ഉണ്ടെങ്കിലും അതുപോലും ആ സ്ട്രെയിനിലും ഒരു ഈസിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സ്ട്രെയിൻ ഉണ്ടെന്ന് തോന്നുമ്പോഴും വളരെ ലളിതമായിട്ട് അങ്ങ് പാടിക്കളഞ്ഞു. അതുപോലെ ഒരിക്കലും ആദിത്യൻ ഭാവിക്കുന്നില്ല ഞാനൊരു വലിയ പാട്ടുകാരനാണ്, ഞാനിത് പാടാൻ പോവാണ് എന്നൊന്നും ഭാവമില്ല. ഇങ്ങനെ പാവമായിട്ട് ഇവിടെ വന്ന് നിൽക്കും, എന്നിട്ട് പാവമായിട്ട് പഞ്ചപാവമായിട്ട് മനോഹരമായിട്ട് അങ്ങ് പാടും. അതാണ് ഇങ്ങനെ പല പുഷ്പങ്ങൾ ഇങ്ങനെ പുഷ്പിച്ച് ഒരു ഉദ്യാനം വരുന്ന പോലെ ഒരു സംഗീതത്തിന്റെ ഉദ്യാനം ഉണ്ടാക്കാൻ കഴിവുള്ള ആരാണോ അതാണ് ആദിത്യ കുമാരൻ കേട്ടോ. ഗിരീഷേട്ടൻ്റെ ട്രിബ്യൂട്ടായിട്ടുള്ള റൗണ്ടാണ്. അപ്പം ഞാൻ ഉടനെ തന്നെ ഈ രാഗത്തിന് സിമിലറായിട്ട് ഞാൻ കമ്പോസ് ചെയ്തൊരു പാട്ടിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർത്തു. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കഥയുണ്ട്. വിജി തമ്പിച്ചേട്ടൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ഞാനും ഗിരീഷേട്ടനും കൂടെ കൂടി. അപ്പോൾ തമ്പിച്ചേട്ടൻ്റെ തന്നെ അതിന് മുമ്പേ കമ്പോസ് ചെയ്ത ഒരു സിനിമയുടെ പാട്ടുണ്ട്. പക്ഷെ ആ സിനിമ നടന്നില്ല. അപ്പോൾ ഗിരീഷേട്ടൻ എനിക്ക് പാടി കേൾപ്പിച്ചു. ആ പാട്ട് ഏതാണ്? ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ ജൂണിലെ, ഇങ്ങനെയാണ്. അപ്പൊ ഈ ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ എന്നുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ആ സിനിമ നടക്കുന്നില്ല. അപ്പൊ ഞാൻ ഗിരീഷേട്ടനോട് ചോദിച്ചു, ഗിരീഷേട്ടാ എനിക്ക് ഈ ലിറിക്ക് തരുമോ, ഞാനത് എടുക്കാം. അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞു അത് വേണമെങ്കിൽ തരാം, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ട്യൂൺ നിനക്ക് തരാൻ പറ്റുമെങ്കിൽ ഞാൻ ആ ലിറിക്സ് തരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാ നീ ഒന്ന് ഒരെണ്ണം പാട് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ പാടി. ജൂണിലെ
നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ ജൂണിലെ നിലാമഴയിൽ അങ്ങനെ പാടി. അപ്പോൾ ഉടനെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടേ ഇത് നിനക്ക് തന്നെ, നീ വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജൂണിലെ നിലാമഴയിൽ എന്നുള്ള പാട്ട് ആ സിനിമയിൽ നമുക്കുണ്ടായത്. അപ്പോൾ പിന്നെന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരീഷേട്ടൻ ഇതേ വിദ്യാസാഗർജിയുടെ ട്യൂണിന് വേണ്ടിയിട്ട് വേറൊരു പാട്ട് ചെയ്തു. അതാണ് പിന്നെ സിനിമയിൽ ലാൽ ജോസിയുടെ സിനിമയിൽ വന്നത്. ആരൊരാൾ ഈ പുലർമഴയിൽ ജാലകം തിരഞ്ഞര ജൂണിലെ നിലാമഴയിൽ. അങ്ങനെയാണ് പാട്ടുകളൊക്കെ ജനിക്കുന്നത് കേട്ടാ. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഇപ്പൊ ഈ ദർബാറി കാനഡ രാഗം ബേസ് ചെയ്തിട്ടല്ലേ ഈ പാട്ട് വരുന്നത്, അതുപോലെ തന്നെയാണ് ജൂണിലെ നിലാമഴ വരുന്നത്. അപ്പോ നന്നായിട്ട് പാടി മക്കളെ, അടിച്ചു പൊളിക്ക്. താങ്ക് യു സർ. ഈ പാട്ട് അസലായിട്ട് പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം പാടിയത് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ മോളിലത്തെ സ്ഥലത്ത് ചെറിയ സ്ട്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ റിഹേഴ്സലിന് പാടുമ്പോൾ ആ സ്ട്രെയിൻ തോന്നിയില്ലായിരുന്നു. ഇപ്പൊ ടേക്കിന്റെ സമയത്താണ് കുറച്ചും കൂടി ഒരു സ്ട്രെയിൻ ഉള്ള പോലെ തോന്നിയത്. അതെ, നമുക്ക് ഒരു ഡ്യുവറ്റ് കേൾക്കാൻ പറ്റുമോ? ആദിത്യൻ സിത്തു ഡ്യുവറ്റ്. പാട്ട് എനിക്ക് അത്ര ഫെമിലിയർ അല്ല സർ. അത് ഫെമിലിയർ ആയിട്ട് കാര്യമൊന്നുമില്ല. ഇന്നെന്തോ കരാറെടുത്ത് വന്നിരിക്കുന്നു രണ്ടാളും കൂടി, എന്റെ എന്തോ ശത്രുത ഉള്ള പോലെ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആദിത്യന് കുറച്ചുകൂടി ഈസി ആയിട്ട് സുഖമായിട്ട് പാടുന്നല്ലേ. ആയിക്കോട്ടെ, സിത്തുവിന് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. പാടി നോക്കടാ, എന്തായാലും അവർ തീരുമാനിച്ചിറങ്ങിയിരിക്കുക. ഫൈസലേ, മെസ്സേജ് ആർക്ക് എപ്പോ? ഹലോ, കാരണം ഏത് ഗ്രൂപ്പ് ഓർക്കസ്ട്ര ഗ്രൂപ്പ് ഉണ്ട്, അതില് അടുത്ത പാട്ട് ഏതാന്നുള്ളത് മെസ്സേജ്. അവരാരും അറിഞ്ഞില്ലല്ലോ. അല്ല, ജോസേട്ടൻ പറയട്ടെ. അടുത്ത പാട്ട് ഇതാ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവ്. നല്ല ഫോമിലാണല്ലേ. ഈ പ്രാവശ്യം കറക്റ്റായി. കാരണം നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ മെനു കാർഡ് ഇപ്പം ഡിജിറ്റലൈസേഷൻ വന്നല്ലോ, അല്ല ഡിജിറ്റൽ അല്ലേ, അപ്പോൾ എല്ലാവർക്കും എത്തും നെക്സ്റ്റ് ആവും. ഓ അങ്ങനെ മോഡിയങ്കിള് അങ്ങനെ ചെയ്തു വെച്ചു ഡിജിറ്റലൈസേഷൻ. ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുത്താത്തൊരു കാര്യം. അപ്പൊ ഇന്ന് എല്ലാവർക്കും കൂടെ ഒരു വലിയ കൈയടി കൊടുക്കണം. നമ്മുടെ ജോസിന്റെ ബർത്ത്ഡേ ആണ് കഴിഞ്ഞു. എന്നാലും നമ്മളിവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ പുള്ളി. അപ്പൊ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. കാരണം 60ാമത്തെ വയസ്സാണ്. കാരണം അതിന് ശരിക്കും സാർ ചോദിച്ചു 60 കഴിഞ്ഞ് ഇപ്പൊ 60 ഇപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 50 പാസ് ചെയ്തു. അല്ല എനിക്ക് സംശയം, ഞാൻ ചോദിച്ചോട്ടെ, 60 അതോ എത്രയാണ് ശരി? 69 ഡേറ്റ് ഓഫ് ഇയർ. അതൊന്നും പറയണ്ട. ഞാൻ പാസ്പോർട്ട് കഴിഞ്ഞ 50 വയസ്സാണോ ജോസേട്ടന്? 50? യെസ്. ഞാൻ 4-5 വർഷം മുമ്പ് നിങ്ങളുടെ പാസ്പോർട്ട് നോക്കിയപ്പോ 55 ആയിരുന്നല്ലോ. ഓരോ വർഷം കുറഞ്ഞോണ്ട് വരും. അല്ല ചേട്ടാ, ഇത് കറക്റ്റ് ആണ്. കാരണം എന്നെക്കാളും 10 വയസ്സ് കൂടുതലാണ്. അയ്യോ, അത് ഈ 60 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. അല്ലേ, 60 കഴിഞ്ഞാൽ പിന്നെ വളരെ നോട്ടിയാണ്. അതാണ്. സാറിന് ഇപ്പൊ 60 കഴിഞ്ഞുള്ളൂ തോന്നുന്നു. സീനിയർ സിറ്റിസൺ. അതാണ് men at 60 are naughty എന്ന് പറയുന്നത്. എനിക്കറിഞ്ഞൂടെ, ഞാൻ 60 ഒന്നും ആയില്ല. അങ്ങനെ ഇവര് ഇങ്ങനെ ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്റെ മേക്കിട്ട് വയസ്സൊരു പ്രശ്നമല്ല. കാരണം ഇപ്പൊ ജോസിന് 60 ആണെങ്കിലും 50 ആണെങ്കിലും ജോസ് 30 വയസ്സിന്റെ മനസ്സേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ ആദ്യത്തെ നമുക്ക് പറഞ്ഞു വിട്ടിട്ട് നമുക്കൊരു ചെറിയ ചടങ്ങുണ്ട്. നമ്മളൊരു ചകടയുണ്ട്. അപ്പൊ അത്രയുള്ള ആദ്യത്തെ കൂട്ട സൂപ്പറായിട്ട് പാടി ഡുവറ്റുകളൊക്കെ മാറ്റി. സാർ ഇത്ര കോമഡി ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എന്നെ ഇനി ക്രൂശിക്കണോ? അറിയാത്ത പാട്ട് പാടിച്ചിട്ട് ഉപദ്രവിക്കണോ? ഞാൻ പിന്നെ പാടി സാറേ. സാർ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ട്രൈ നോക്കാം. എനിക്കിപ്പോ എന്താ. ഓക്കേ, ഫുൾ ഓർക്കസ്ട്ര റെഡി. അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാ ഈ പ്രണയത്തെ പത്തിലമര
ഇതൊരമര ഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലനൊറിയുമാഷാഢതീരം അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ ഈ പവിഴമാ തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. സബാഷ് സിത്തു വെരി ഗുഡ്. അല്ല വിചാരിച്ചതിനേക്കാളും വളരെ നന്നായി. മോന് മനസ്സിലായി ഡിവറ്റ് വന്നപ്പോൾ ഉള്ള മോന് വളരെ സുഖമായിട്ടൊന്ന് പാടിക്കൂ. പുല്ലുവല്ല പാടിപ്പോ. അതുപോലെ ഈ പാട്ടിലാണ് കൂടുതൽ ബേസ് ഗിറ്റാറിന്റെ എലിമെന്റ്സ് ഉള്ളത്. നമ്മുടെ ഡെൻസൺ കണ്ടില്ലേ, ഡെൻസൺ എപ്പോഴും ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ മിണ്ടാപ്പൂച്ച എപ്പോഴും കലയെ ഉടക്കുന്നു വരും. അതൊക്കെയുണ്ട്. പക്ഷെ ഡെൻസാ നമസ്തേ. ബേസ് ഗിറ്റാറിന്റെ ഒരു ഇതാണല്ലേ സാർ, ബേസ് ഗിറ്റാറിസ്റ്റുകൾ പലപ്പോഴും ഭയങ്കര സൈലന്റ് ആയിരിക്കും. അവർ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ഈ ഓർക്കസ്ട്രയിൽ സേവ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാവില്ല. ഈ മൊത്തം ഒരു സെഷനെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് പലപ്പോഴും ബേസ് ലൈനുകളായിരിക്കും. ഒരു ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ ബേസ്മെന്റ്. അതെ, അടിപൊളി. ഗ്രേഡിലോട്ട് കയറാം. മുത്തു മുത്തുപണി. അനുസരണ മുത്തുമണി. മുത്തുപണിക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു. പൂക്കുറ്റി വന്നു. മുത്തുമണിക്ക് കുറച്ച് സന്തോഷം അടക്കം അടക്കം ഒതുക്കാൻ പറ്റിയിട്ടുണ്ട്. മുത്തുപണി ഇങ്ങനെ വളഞ്ഞുപോയി. അതെ. മുത്തു എന്താ പറയുന്നു? മുത്തു പറയുന്നു ആദിത്യനെ മുത്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു ആദിത്യ എന്ന് മുത്തു പറയുന്നു കേട്ടോ. ഇപ്പൊ തിരിച്ചു പറഞ്ഞോടാ. ഐ ലവ് യു മുത്തു. മുത്തുവല്ല പൂക്കു എന്ന് പറയണം. മുത്തുവിന് ആദിത്യന് ഒരു മുത്തം തരണം എന്ന് ആഗ്രഹം. ഇപ്പൊ തിരിച്ചു കൊടുക്കും മുത്തം. മുത്തം തരണം മുത്തുമണിക്ക്. എടാ ഉമ്മ എന്നാ ഉദ്ദേശിച്ചേ. ഉമ്മ. അങ്ങനെയല്ല, മുത്തം അങ്ങനെ കൊടുക്കും. അത് കൊള്ളാം. ഓക്കെ, അപ്പോ മുത്തുമണി പറയുന്നു ആദിത്യൻ ഈസ് awarded A+ for the brilliant rendition of the song today. താങ്ക് യു സർ. സന്തോഷം നോക്കൂ. Congratulations, you are awarded A+ for this song. താങ്ക് യു സർ. ആദിത്യ ഇപ്പൊ ഗ്രേഡ് വരണം. നമ്മുടെ പൂക്കുറ്റിയൊക്കെ വന്നു. അങ്കിള് സൗണ്ട് എഫക്ട് ഇടേണ്ടി വന്നില്ല. അടിപൊളിയാക്കി. അപ്പൊ ഓൾ ദി ബെസ്റ്റ് അടുത്ത പാട്ടിന് വേണ്ടിട്ട്. ചേച്ചാ മനമലിയിപ്പിക്കുന്ന ആലാപന മികവുമായി ടോപ്പ് സിംഗറിന്റെ പ്രിയ ഗായകൻ തേജസ് എത്തുകയാണ്. വെൽക്കം തേജസ് ഓൺ സ്റ്റേജ്. ഉണരുമേ ഗാനം ഉരുകുമെന്നുള്ളം. ഞാൻ മദ്രാസിൽ പോണെന്ന് കേട്ടപ്പോഴത്തേക്ക് ഏത് പാട്ടാ മോനെ പാടുന്നേ? ഉണരുമീ ഗാനം. വെരി ഗുഡ്. നല്ലൊരു പാട്ടാണ്. വേണുഗോപാൽ പാടിയ മനോഹരമായൊരു ഗാനം. രാജാ സാറല്ലേ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ദൃക്സാക്ഷിയായിരുന്നു ഈ പാട്ട് പാടുമ്പോൾ. ഞാൻ ഇതിലെ വേറൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. അത് പറയാൻ വന്നത്. താമരക്കിളി പാടുന്നു തേതേതകതോ, താളിയോലകളാടുന്നു തേതേതകതോ, ചെങ്ങാതിയുണരു വസന്ത ഹൃദയം തരര തന്നാനി തേരേ തരന്നനാരേ
താരന്തരന്തരാരും തരന്തരാ തരതരതരതരതരതര. താമരക്കിളി പാടുന്നു തേതേതകതോ താളിയോലകളാടുന്നു തേതേതകതോ. ഒരു കിളി ഇരുകിളി ലലലലി ലലിയും ധനലലലലലലലലലീട. ഒരു നവ സംഗമ ലഹരി ലലിയ. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ഗോഡ് ബ്ലെസ് യു. അതുകൊണ്ട് രാജസ്ഥാന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണിത്. പണ്ടത്തെ പാട്ടില്ലാതെ ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. കിലുങ്ങുന്നിതരകൾ തോറും കിളിക്കൊഞ്ചലിൻ്റെ മണികൾ. കിലുങ്ങുന്നിതരകൾ തോറും കിളിക്കൊഞ്ചലിൻ്റെ മണികൾ. മറന്നില്ലേ അങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. മറന്നില്ലേ അങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. എന്നിലെ എന്നെ കണ്ണു ഞാൻ നിന്നിൽ വിടർന്നു മരുഭൂവിൽ. എരിവെയിലും പൂക്കൾ. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. കുക്കു 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 നിറമാല ചാർത്തി പ്രകൃതി ചിരി കോർത്തു നിന്റെ വികൃതി. നിറമാല ചാർത്തി പ്രകൃതി ചിരി കോർത്തു നിന്റെ വികൃതി. മറന്നില്ലേ അങ്കണം നിൻ മലർപ്പാടു തീരം പുളകം. മറന്നില്ലേ അങ്കണം നിൻ കാൽപ്പാടു തേടും പുളകം. എന്നിലെ എന്നെ കണ്ണു ഞാൻ നിന്നിൽ വിടർന്നു മരുഭൂവിൽ. എരിവേലിലും പൂക്കൾ.
എന്തായിരുന്നു ഇവിടെ പാട്ടിൽ ഒഴുകി നടക്കായിരുന്നു. ഇങ്ങനെയൊക്കെ പാടിയ പിന്നെ നിന്നെ എങ്ങനെയാ മദ്രാസിലേക്കൊക്കെ വിടാ ഇവിടുന്ന്? അവനെ ഞാൻ മദ്രാസ് മാറ്റിയോ? ബോംബെയിലോട്ടാക്കി. അയ്യോ, കാരണം അടുത്തതിൽ എന്തായാലും അവന് മാർക്ക് കുറയും. കാരണം ഇപ്പോഴേ പാടിയതിനൊക്കെ കുറഞ്ഞിരിക്കുക. ഇപ്പൊ പാടി തന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാർക്ക് ഇപ്പോൾ കുറയും. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ദൂരത്തോട്ട് വിടാന്ന് വെച്ചു. ബോംബെയിലോട്ട് വിടാം. ബോംബെ ഇഷ്ടമാണോ? ഇല്ല. അപ്പൊ എന്ത് പറ്റി ഈ പാട്ട് ഇങ്ങനെ പാടാൻ കാര്യം? കാരണം കുറേ സ്ഥലങ്ങളൊക്കെ പോയി പിന്നെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ച് എത്താത്തോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതെന്ത് പറ്റി? അല്ല കൈ ഇങ്ങനെ കാണിച്ചെന്തിനാ? കൈ കൊണ്ടേ കൈ എത്തി മേളില്, പക്ഷെ സ്വരം എത്തിയില്ല. അതെന്ത് പറ്റി? അറിയില്ല. എങ്കിൽ അറിയുന്നവൻ പറയാം. സൂപ്പറായിട്ട് പഠിവൻ. ഗംഭീരമായിട്ട് പഠി. ഒരു കൈ ഷേക്ക് ഹാൻഡ് ഓക്കെ ഓക്കെ. അടി അടി. വെരി ഗുഡ്. പിന്നെ ചരണത്തിനൊക്കെ കുറച്ച്, കാരണം നിന്റെ ശബ്ദം അങ്ങോട്ട് അങ്ങ് എത്താത്തൊരു അങ്ങ് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് മോൻ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്നാലും എത്തേണ്ടിടത്തൊക്കെ എത്തി. കുറച്ച് പ്രയാസമുള്ള സംഗതിയിലൊക്കെ മോൻ അഡ്ജസ്റ്റ് ചെയ്ത് പാടി. നന്നായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തോറും കിളിക്കൊഞ്ചലിന്റെ മണികൾ കിലുങ്ങുന്നിതരകൾ തോറും കിളിക്കൊഞ്ചലിന്റെ മണികൾ മറന്നില്ലേ അങ്കണം മലർപാദം പെയ്ത പുളകം മറന്നില്ലേ അങ്കണം മലർപാദം പെയ്ത പുളകം. ആരാ പാട്ട് സെലക്ട് ചെയ്തത്? അത് അച്ഛനും പാട്ട് പഠിപ്പിക്കുന്ന മാഷും. അവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ കൈയ്യടി. കാരണം നൈസ് ഗുഡ് സെലക്ഷൻ ഓഫ് സോങ്. ആൻഡ് മോന് അത് എക്സിക്യൂട്ട് ചെയ്തു. നന്നായിട്ട് പാടി ഫലിപ്പിച്ചു. അതുപോലെ തന്നെ ഓർക്കസ്ട്ര നല്ല ലയമായിട്ട് അവര് വായിച്ചു. അതിനെക്കാട്ടിലെല്ലാം ഉപരി നമ്മുടെ കോറസ് പാടിയ കുട്ടികൾക്ക് ഒരു വലിയ കൈയ്യടി. കാരണം അവര് അതിന്റെ പാർട്സ് എന്നൊക്കെ പറയുന്ന അത് കറക്റ്റായിട്ട് ചേർന്നില്ലെങ്കിൽ നമുക്ക് വളരെ അരോചകമായിട്ട് തോന്നും. അവര് കൃത്യമായിട്ട് അവര് പാട്സൊക്കെ പാടും. അപ്പൊ എല്ലാം കൊണ്ടും നിന്നെ ഹെൽപ്പ് ചെയ്ത കാരണം നിനക്കും നന്നായിട്ട് പാടാൻ സാധിച്ചു. അപ്പൊ മോനുവിന് ഒരുപാട് ആശംസകൾ. ഓക്കെ. ഇത്രയും നന്നായിട്ടൊന്നും പാടാൻ പാടില്ല. ബാക്കിയുള്ളവർക്കില്ല ഇവിടെ പാടാൻ. അതിനിടെ നീ മാത്രം ഇത്രയും നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇതിനെങ്കിലും ഒന്നും ഒരെണ്ണത്തിന് ഗ്രേഡ് കുറയ്ക്കണേ. എല്ലാത്തിനും ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരുന്ന. അല്ല, ഇതിന് ബി ഹൈലേ ഉള്ളൂ. അപ്പൊ പേടിക്കണ്ട. ഇനി ബി പ്ലസ് അല്ലേ ഉള്ളൂ. ഒരു വ്യത്യാസം ആയിക്കോട്ടെ ഇത്, അല്ലേ? എന്ത് പറയണ? മദ്രാസിൽ പോണോ മുംബൈയിൽ പോണോ? ഇഷ്ടമുള്ള എടുക്കാൻ പോവാ. ബോംബെ പോവാൻ. ചെറിയ സൂചന മനസ്സിലായി. ചുമ്മാ പറയാനാണെന്നൊക്കെ. സാറ് നന്നായി എന്ന് പറഞ്ഞപ്പോഴേക്കും അവന് ഭയങ്കര ഇതായി. ദുബായിലേക്ക് വിടും ഞാൻ. കോൺഫിഡൻസ്. ഞാൻ ഇതുവരെ ദുബായിൽ പോയിട്ടില്ല, അതുകൊണ്ട് ദുബായിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ദുബായ്. നീ ദുബായ് എന്ന് പറയാതെ. നീ പാട്ടുകാരനായിട്ട് ദുബായ് അല്ല ലോകം മൊത്തം പോകണം. സംശയം പറഞ്ഞു. ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നീ കേട്ടോ. ലോകം മൊത്തം പാട്ടുകാരനായിട്ട് കറങ്ങും. നിറമാല ചാർത്തി പ്രകൃതി ചിരി കോർത്തു നിന്റെ വികൃതി. നിറമാല ചാർത്തി പ്രകൃതി ചിരി കോർത്തു നിന്റെ ഇപ്പൊ പാടിയതിന് എന്ത് ഗംഭീരമായിരുന്നു. അത്ഭുതം തന്നെ. താങ്ക് യു സാർ. കണ എത്രയാണ് പിച്ചിപ്പോ? ഈയാണ് ഇപ്പൊ ഈയല്ല ഇപ്പൊ. ഇപ്പൊ പാടിയത് ഈ പാടിയത് ഡി ആണ്. സിയാക്കു. ഉണരുമീ ഗാനം എന്നിലേ എന്നേ
താരാരാ. അത് പാടും. എന്നിലെ എന്നെ കൺമു ഞാൻ നിന്നിൽ അടുത്ത് വിടർന്നു മരുഭൂവിൽ എരിവേലിലും പൂക്കൾ ഇത് പാടുമ്പോ കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നുന്നില്ലേ? ഉണ്ട്. ആ അപ്പൊ എനിക്ക് തോന്നുന്നു സിക്ക് പാടിയാൽ മതിയായിരുന്നു. അതാണ്. മറ്റേ ഡി ഇട്ടെ, എഫ് കോഡ് ഇട്. എഫ് പാടും. എന്നിലെ എന്നെ കൺമു ഞാൻ നിന്നിൽ ഈ ഇതില്ലാതെ പാടാൻ പറ്റുമോ? പാടുന്നു. എന്നിലെ എന്നെ കൺമു ഞാൻ ശ്രുതി ചേർന്നില്ല. അപ്പൊ എത്തണമെങ്കിൽ ഈ കൈ മുകളിലോട്ട് പോകണം അല്ലേ? അതുപോലെ അവസാനത്തെ പല്ലവില് ഒരു വരി തെറ്റിപ്പോയില്ലേ? സ്നേഹലാളനം, പിന്നെ നീ നീന്തും ലാളനം പാടി. നീ നീന്തും സാഗരന്നുള്ളത് ലാളനം. ഈ സ്നേഹലാളനം നീ നീണ്ടും വാളനം ഉണരുമീ ഗാനം ഒരു കുഴപ്പമില്ലടേ, ഇതൊക്കെ പറ്റും എല്ലാവർക്കും. പെട്ടെന്ന് എന്തോ ഒരു പേടി വരത്തില്ല. അതിന് മാർക്ക് കുറയ്ക്കണം. ഇപ്പൊ കരയും. ഞാൻ ശരിക്കും പറഞ്ഞ എത്രത്തോളം കുറ്റം കണ്ടുപിടിക്കാമോ അത്രത്തോളം കുറ്റം കണ്ടുപിടിക്കാനാണ് ഞാൻ ഇരിക്കണം. നീ എന്തെങ്കിലുമൊക്കെ കുറ്റം ഇട്ട് തന്നാൽ നന്നായിരിക്കും. എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതനുസരിച്ച് മാർക്ക് കുറയ്ക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് മാർക്ക് കുറയ്ക്കുന്നത്. അസാധ്യ സന്തോഷമാണ്. ജഡ്ജല്ലേ, മാർക്ക് എപ്പോഴും കുറയ്ക്കണം. അതാണ് ജഡ്ജ്, അല്ലെങ്കിൽ ജഡ്ജല്ലേ കേട്ടാ. ഓക്കെ ശരി. തേജസ് കുട്ടാ, സൂപ്പർ പെർഫോമൻസ്. എല്ലാ ഡീറ്റെയിൽസും ഭയങ്കര സിൻസിയർ ആയിട്ട് പാടി തേജസ്. അതാണ് എല്ലാ നൂക്ക് ആൻഡ് കോർണറും എത്തിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു തേജസിന്റെ ഭാഗത്ത്. നിറമാല ചാർത്തി പ്രകൃതി ചിരി കോർത്തു നിന്റെ വികൃതി. നിറമാല ചാർത്തി പ്രകൃതി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. നല്ലൊരു കോമ്പോസിഷൻ, നല്ലൊരു സെലക്ഷൻ. ആ കോമ്പറ്റീഷനിലെ സ്റ്റേജിലായിട്ട് പോലും റിഹേഴ്സലിന്റെ സമയത്ത് തേജസ് പറയണ്ടായിരുന്നു എനിക്ക് ഇത്തിരി ഒരു പേടിയുണ്ടെന്ന്. അതൊന്നും മനസ്സിലായില്ല പാടിയപ്പോൾ കേട്ടാ. മിടുക്കനായിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു. ഇങ്ങനത്തെ കണ്ടസ്റ്റൻസ് നമ്മുടെ ഭയങ്കര ഭാഗ്യമാണ്. തേജസിനെ പോലെയുള്ള മിടുക്കരായിട്ടുള്ള കണ്ടസ്റ്റൻസ്. വെരി ഗുഡ്. അപ്പൊ ബോംബെ തേജസ് ബോംബെ തേജസ്. ബോംബെ തേജസ്, ഈ ബോംബെ എസ് കമാൽ എന്നൊക്കെ പറയുന്ന പോലെ. ബോംബെ തേജസ്. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു അച്ഛൻ എന്നെ മിൽമിൽ കൽമിൽ എന്നെല്ലാം വിളിക്കുന്ന പേര്. മിൽമിൽ. സാറിപ്പോ അച്ഛനെക്കാട്ടും പേര് എന്നെ കിട്ടു. എനിക്ക് മുംബൈ മിൽമില്ലാണ്. മുംബൈ മിൽമിൽ. മുംബൈ മിൽമിൽ. ഗ്രേഡ് അറിയണ്ടേ? ചോദിച്ചോ. മുത്തുമണി വലിയ അനക്കമില്ല മുത്തുമണി. ചോദിച്ചോക്കാം, ചോദിച്ചോക്കാം. എന്ത് പറയണ തേജസിന്റെ പാട്ട്? ആ മുത്തുമണി വിളിക്കണിട്ടില്ലേ? തേജസ് സൂട്ടൻ. ഓ എന്താ സ്നേഹം, ഭയങ്കര സ്നേഹം. തേജസ് സൂട്ടന് ഇന്ന് മുത്തുമണി പറയുന്നു A+ തന്നേ പറ്റൂ. ഇഷ്ടപ്പെട്ടു. Push. Congratulations, you are awarded A+ for the song. താങ്ക് യു സർ. A top കിട്ടിയേനെ. ആ പിച്ച് ഒരു കൈയൊക്കെ എത്തിച്ച് ഇല്ലായിരുന്നെങ്കിൽ A top ഒന്ന് മനസ്സിൽ വെച്ചോ കേട്ടോ. നീ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വേണ്ട കിടക്കുന്നു. അത് ഞാൻ ഈ ടോപ്പ് സിംഗർ വരെ എത്താൻ എന്നെ സഹായിച്ചത് എൻ്റെ സ്കൂളിൽ അത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് ഇവിടം വരെ വരാൻ പറ്റിയത്. സ്കൂളിൽ അടിവെല്ലാം തന്നോ? ഇല്ല. കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം നീ ആ സ്കൂളിൽ ചെന്നപ്പോ നീ ഇങ്ങോട്ട് വാ, നമ്മുടെ പേരൊന്നും പറയാതെ അവിടെ കിടന്ന് വലിയ പപ്പുള്ളയാവുകയാണെന്ന് പറഞ്ഞു അല്ലേ? അല്ല, നിങ്ങള് സ്കൂൾ ഏതാണ്? സ്കൂളിന്റെ പേര് പറ കണ്ണ. മേരിലാൻഡ് മടമ്പം ഹൈസ്കൂൾ. മേരിലാൻഡ്. ആ സ്കൂളിലെ എല്ലാവർക്കും വേണ്ടി ഒരു ഹായ് പറയൂ. പറയട്ടെ. മേരിലാൻഡ് മടമ്പം ഹൈസ്കൂളിലെ സ്നേഹസമ്പന്നരായിട്ടുള്ള പ്രിൻസിപ്പലിനും അധ്യാപകർക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പിന്നെ നമ്മുടെ പ്രിയ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ഹായ് ഫ്രം ടൗൺ സൈഡ്. താങ്ക് യു സർ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്റെ നാട്ടിലൊരു വായനശാലയുണ്ട്, സൗഹൃദ വായനശാല. ആ വായനശാലയിലെ എല്ലാവരും എന്നെ
ചെറിയ ക്യാഷ് അവാർഡൊക്കെ തന്ന് സഹായിച്ചു. സൗഹൃദ വായനശാലയിലെ എല്ലാ സുഹൃത്തുക്കളും ഈ ക്യാഷ് അവാർഡ് കൊടുത്ത് തേജസ്സൂട്ടിനെ സ്നേഹിച്ചതിന് ഒരു ഹായ്. ഒരു കാര്യം ഞാൻ എന്റെ കൂടി പറഞ്ഞോട്ടെ, ഞാനിപ്പോ വീടുള്ള സ്ഥലത്ത് ഏലൂക്കരയിൽ എല്ലാരും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അയലൂക്കരയിലുള്ള എല്ലാവർക്കും ഒരു ഹായ്. അതെ, ഞാൻ താമസിക്കുന്ന ജഗതി മേലാറിനോടാണ്. ജഗതി മേലാറിനുള്ള എല്ലാവർക്കും ഹായ്. പിന്നെ ഇവിടെ താമസിക്കുന്ന ഞാൻ ബോൾഗാട്ടിയിലാണ്. ബോൾഗാട്ടിലുള്ള എല്ലാവർക്കും ഹായ്. സാറ് പൂജപ്പുരല്ലേ? പിന്നെ ഞാൻ പൂജപ്പുരയിലുള്ള എല്ലാ നിവാസികൾക്കും ഹായ്. അന്ന് ഒരെണ്ണം കൂടെ പാതുവും കൂടെ പറയോ? പാതുവാ? പാതുവ പറയേ. ഞാൻ പറയില്ല. സിതാര ചേച്ചി അങ്ങനെ പറയരുത്. പറയേ. അതെ, നമ്മുടെ സ്വന്തം മീനുക്കുട്ടിയുള്ള പാതുവ. പാതുവ കടപ്പുറത്തൂടെ ഇങ്ങനെ പാടിപ്പാടി നടക്കുന്ന വെറും പാതുവയിലുള്ള എല്ലാ ആൾക്കാർക്കും സുഹൃത്തുക്കൾക്കും ഹായ്. ഇനി വല്ലതും ഉണ്ടോ? അങ്ങനെ തേജസ് ഒന്നും പറയില്ല. കേരളത്തിലുള്ള എല്ലാവർക്കും ഹായ്. ഇന്ന് തേജസ് ഉണ്ടല്ലോ, എന്നെ ഒരു ചേച്ചീനെ കൊണ്ട് വിളിപ്പിച്ചേ. അന്നിന്റെ പേരെന്തായിരുന്നു? അതിന്റെ പേര് ഹലോ, വേറെ ഒരു ജോലിയില്ലേ? അല്ല, ഞാൻ സിത്താര ചേച്ചിയുടെ ഒരു കാര്യം പറയാം. എന്നെ കൊലക്ക് നല്ല കാര്യ. ഇനിയൊന്നും ഇല്ലല്ലോ, കിട്ടിയില്ലേ? ഇനി വല്ലവരും പറയാനുണ്ടോ? ഇല്ല, ആ ചേച്ചിന്റെ പേര് എന്താ? ആശാന്റി. ആശാ ആന്റി. ഓക്കെ, ആശാ ആന്റിക്ക് ഇനിയൊന്നും ഇല്ലല്ലോ. ആശാന്റിന്റെ കുടുംബത്തിലെ എല്ലാവർക്കും. അത് പറഞ്ഞോളാം. പോ. ആലാപന മികവ് കൊണ്ട് പ്രേക്ഷക മനം കവർന്ന ടോപ്പ് സിംഗറിന്റെ സ്വന്തം അതിഥിയാണ് ഇനി പാടാനെത്തുന്നത്. വെൽക്കം അതിഥി ഓൺ സ്റ്റേജ്. ആരെങ്കിലും ഉണ്ടോ? ആരും കാണത്തില്ല. ഞാൻ ഇന്ന് പെർഫോമൻസ് റൗണ്ടിന് പാടാൻ പോകുന്നത് അഴകിയ രാവണൻ എന്ന സിനിമയിലെ സുജാത ചേച്ചി പാടി സൂപ്പർ ഹിറ്റ് ആക്കിയ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്ന പാട്ടാണ്. അപ്പം ഞാനും എൻ്റെ ഡാൻസർ ചേച്ചീസും സ്റ്റേജിൽ പ്രണയമഴ പൊഴിപ്പിക്കും. അതിഥി ഒന്ന് മിന്നിത്തിളങ്ങി വന്നിരിക്കുകയാണ്. വെൽക്കം ഡിയർ അതിഥി. ഓ അതിഥി, താങ്ക് യു ഏതാണ് പാട്ട്? പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. ഇതിങ്ങനെ കച്ചേരി പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ തകർക്ക്. ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മഴ പെയ്ത് തോർന്ന പോലെ തോർന്നിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ നിക്കാണല്ലേ? ഇപ്പോഴും മഴ പെയ്തോണ്ടേ പെയ്തോണ്ടേ പെയ്യിപ്പിച്ചോണ്ടേ വന്നപ്പോ തൊട്ട് മഴ പെയ്യിപ്പിക്കുന്നു. ഇന്നൊരു ഇടിവെട്ട് ഡ്രസ്സ്, ഇടിവെട്ട് പാട്ട്, ഇടിവെട്ട് സംഗതി, ഇടിവെട്ട് ശ്രുതി, ഇടിവെട്ട് ഭാവം. ഞാൻ എന്തോന്ന് പറയാൻ? നമ്മുടെയൊക്കെ വായടക്കി കളഞ്ഞു. കാരണം ഒന്നും പറയാനൊന്നുമില്ല. ചരണത്തിൽ വന്ന ഒരു സംഗതി ഇങ്ങനെ ഒരു ചെറിയ ഒരു മൈന്യൂട്ടായിട്ട് പോയെന്ന്, അതൊന്നും ആർക്കും മനസ്സിലാത്ത പോലുമില്ല. ഞങ്ങളിങ്ങനെ വില്ലന്മാരെ പോലും ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്, എവിടാണ് പോയതെന്ന് കണ്ടുപിടിക്കാൻ ഇരിക്കുന്നതുകൊണ്ട് മാത്രം മനസ്സിലാവും, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അതിഗംഭീരമായിട്ട് പാടും. നല്ല എക്സ്പ്രഷൻ, തുടക്കത്തിൽ ആ എക്സ്പ്രഷനൊക്കെ നന്നായിരുന്നു. അത് ഇവിടുന്ന് റിഹേഴ്സൽ നടന്നപ്പം കുട്ടനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആദ്യം അതുപോലെ തന്നെ പാടും. അല്ല, അതൊരു വലിയ സംഭവമാണ്. കാരണം വെച്ചാൽ സ്റ്റേജിൽ വന്നിട്ട് ഒരു അഡ്വൈസ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ ഒപ്പിയെടുത്ത് ഗ്രാസ്പ് ചെയ്ത് പാടുക എന്നുള്ള ഒരു ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ എ പ്ലേ ബാക്ക് സിംഗർ. പടത്തിൽ പാടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഡെഫിനറ്റ്ലി യു വിൽ ബിക്കം എ പ്ലേ ബാക്ക് സിംഗർ എന്ന് മാത്രമല്ല, ഒരു ക്ലാസിക്കൽ ഓർ ഹിന്ദുസ്ഥാനി വോക്കലിസ്റ്റും കൂടെ ആവണം. അത് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോ കുറച്ച് ഹോൾട്ടിലാണ് ഈ ഷോ. അതെ, കുഴപ്പമില്ല, അത് പഠിച്ച ഉണ്ട്. യു ഹാവ് പൊട്ടൻഷ്യൽ. കാരണം അത് ഉള്ള കാരണം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം അതൊക്കെ എപ്പോഴും നമ്മൾ സിനിമ പാട്ട് നോക്കി ഇരുന്ന് കൊണ്ട് കാര്യമില്ല. അപ്പം നമുക്ക് നമ്മുടെ ബേസ് ഇതായിട്ട് ഒരു ശാസ്ത്രീയ സംഗീതമോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് വി ക്യാൻ ഗോ ഫോർ കച്ചേരി. അപ്പോൾ കൺസർട്ടിന് പോയി കഴിയുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി യുവർ വാല്യൂ വിൽ ബി ഹൈ. കാരണം വീണ്ടും സിനിമയ്ക്ക് വിളിക്കുന്നവർ പറയും, അയ്യോ അത് അസാധ്യ പാട്ടുകാരിയാണെന്ന് പറയും. നന്നായിട്ട് പാടിയുണ്ട്, അസാധ്യമായിരുന്നു. കാരണം നല്ല പാട്ട്, വിദ്യാസാഗരൻ നല്ലൊരു സോങ്. ഇത് സുജാതയല്ലേ പാടിയിരിക്കുന്നത്? അപ്പോൾ സുജുവിനൊരു ഹൈ. കാരണം വീണ്ടും ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ സുജാതയായിട്ട് ഒരുപാട് പാട്ട് പാടിയിട്ടുള്ള ഞാനും സുജാതയാണ് ഏറ്റവും കൂടുതൽ യുഗ്മഗാനങ്ങൾ പാടിയിരിക്കുന്നത്. നന്നായിട്ട് പാടി മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മ്യൂസീഷ്യൻസായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട്. പലരും എനിക്ക് വേണ്ടി പാടാറുണ്ട്, പലരും എനിക്ക് വേണ്ടി ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാറുണ്ട്. സുജി ചേച്ചിയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കണ്ടത് തൊട്ട് ഇതുവരെയും ഒരു വ്യത്യാസവും ഇല്ലാത്ത സ്നേഹം എനിക്ക് തരുന്ന ചേച്ചി. ഒരു വ്യത്യാസമായിരുന്നു. ഞാൻ ആദ്യം ബിഗിനറായിരുന്നപ്പോഴും ഇപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഇവിടെ നിൽക്കുമ്പോഴും ഒരേപോലെ കുട്ട എന്ന് വിളിച്ച് അത്രയും സ്നേഹമായിട്ട്. അപ്പോൾ സുചേച്ചിയുടെ ഒരു പാട്ട് എടുത്തതിന് ആദ്യം ഒരു നല്ലൊരു കഴിവ്. അതിഥി ഒരു ബ്രില്യൻറ്റ് സിംഗറാണ്. ബ്രില്യൻസ് പല സ്ഥലത്തും നമുക്ക് ഇങ്ങനെ സ്പാർക്സ് ആയിട്ട് ആ പാട്ടിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നു അല്ലേ? കേൾക്കാൻ വളരെ വളരെ സുഖകരമായ പാട്ടാണ്. ഇപ്പൊ പ്രത്യേകിച്ച് മഴയാണ്. മഴ എനിക്കൊരു ഭയങ്കര വീക്ക്നെസ്സും കൂടെയാണ്. മഴ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് പാട്ടുകളിൽ മഴയുണ്ട്. മഴയത്ത് നിന്ന് പാടിയിട്ടുണ്ട്. മഴയത്ത് പാടിയിട്ടുണ്ട്. മഴയേ തൂ മഴയേ അങ്ങനെ പല പല പാട്ടുകളും ഈ നേരത്തെ പറഞ്ഞ ജൂണിലെ നിലാമഴയിൽ, അങ്ങനെ രാക്ലിതൻ, വഴിമറയും, നോവിൻ പെരുമഴക്കാലം, അതിലൊക്കെ മഴ, ഒരുപാട് മഴ വന്നിട്ടുണ്ട് എൻ്റെ പാട്ടുകൾ. അപ്പോൾ ഈ മഴ കേട്ടപ്പോൾ ആ മഴയോടുള്ള എൻ്റെ സ്നേഹം കുറച്ചും കൂടെ കൂടി. അതിനും കാരണം അതിഥിയാണ്. ഇന്നിവിടെ ഇങ്ങനെ ജഡ്ജായിട്ട് ഇരിക്കുന്നതിൽ ഒരു അർത്ഥം എനിക്ക് കൂടുതൽ തോന്നുന്നുണ്ട്. കാരണം അതിഥിയുടെ ഒരു വരവ്, യുനോ ദ ഇംപ്രൂവ്മെന്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രി സ്ലോപ്പിൽ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് സൂപ്പർ. അത് ഇങ്ങനെ മാറി 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 ഒരു 90 ഡിഗ്രി സ്ലോപ്പിൽ ഒരു റോക്കറ്റ് പോലെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, വിൽ യു ഡു ഇറ്റ്? Certainly? Certainly? Is it so? Yes. Promise me then. Promise, sir. Okay. This is an ultimate performance for me. Thank you, sir. എനിക്ക്
സാഗമപ സാഗമപ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ തോന്നുന്നു എനിക്ക്. ഇപ്പൊ പെർഫെക്റ്റ് ഓൺ ദ ഡോട്ട്. ഒരു നല്ല കഴിവ് കൊടുക്കുക. സഗരി സഗരി സനിത പമഗരി സാഗമപ. ആ സൂപ്പർ. അതിഥി കുട്ടി എന്താ പറയാ, യു സോ ടാലന്റഡ്. സാറ് പറഞ്ഞ പോയിന്റ് ഞാൻ ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോഴൊക്കെ അത് ആലോചിക്കായിരുന്നു. ദി സോങ് ഈസ് വെരി സിമ്പിൾ ടു ലിസൺ ടു. പക്ഷേ പാടാൻ അങ്ങനെയല്ല, ഭയങ്കര സുജാ ചേച്ചിയുടെ ഒരു ഭയങ്കര യുണീക്ക് സ്റ്റൈൽ ഓഫ് റെൻഡിഷൻ ഉണ്ട് ഈ പാട്ടിന്. ഒന്നാമത് ഇത് ഡബിൾ ട്രാക്കിലാണ് ഈ പാട്ട് പോണത്, വോയിസ് 2 ട്രാക്കിലാണ്. അപ്പം അത് സ്റ്റേജിൽ ആ കേട്ടതുപോലെ നമുക്ക് കേൾപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ഭയങ്കര ഒരു മിൻറ്റ് ഫ്രഷാണ് ഈ പാട്ട് അല്ലേ. എപ്പോൾ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു തണുപ്പ് തോന്നുന്ന പാട്ടാണ്. പക്ഷെ മോൾ അത് വളരെ ഭംഗിയായിട്ട് പാടി. ആ ഒരു വളരെ ഹസ്കിയായിട്ട്, അത് റിഹേഴ്സലിൻ്റെ സമയത്താണ് സാർ അത് പറയണത് അതിഥിയുടെ അടുത്ത് അങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി. അത് ഇങ്ങനെ ശ്വാസം പകുതി വെച്ചിട്ട് പാടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതൊക്കെ ഭംഗിയായിട്ട് പാടി. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സോങ് സെലക്ഷൻ, ഡെയറിങ് ആയിട്ടുള്ള സോങ് സെലക്ഷൻ. ഒരു കോമ്പറ്റീഷനിൽ ഇങ്ങനെ ഒരു പാട്ട് വന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത്. കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പാട്ട് പാടിപ്പോയല്ലോ. അത് അങ്ങനെയല്ല. നമ്മൾ വളരെ എന്താ പറയുക കർണാട്ടിക് അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികളൊക്കെ ആണെങ്കിൽ നൊട്ടേറ്റ് ചെയ്ത് പഠിച്ചിട്ടൊക്കെ അത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയും അവതരിപ്പിക്കാം. എക്സ്പ്രഷൻസ് ഓഫ് കോഴ്സ് അത് വേറൊരു ടാലൻ്റാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഒരു വലിയ ഭാഗം നിൽക്കുന്നത് ഇതിൻ്റെ എക്സ്പ്രസ് ചെയ്യണയിലാണ് ഈ പാട്ട്. അത് അതിഥി വളരെ മനോഹരമായിട്ട് ചെയ്തു കേട്ടോ. ആകെ എനിക്ക് അനുപല്ലവിയുടെയും ചരണത്തിലെ ആദ്യത്തെ 2 വരികളുണ്ടല്ലോ, അതിന് മഴ എന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലമല്ലേ, അതൊരു പൊടിക്കും കൂടി ഒരു ഡോട്ടും കൂടി സസ്റ്റെയിൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി. പക്ഷെ ചരണത്തിൽ ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ചരണത്തിൽ ആ ഫസ്റ്റ് 2 ലൈനും എൻഡ് ചെയ്തത്, അതിൻ്റെ തൊട്ടടുത്ത 2 ലൈൻസും എൻഡ് ചെയ്തതൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. എന്താ പറയാ, ഭയങ്കര എന്തൊരു ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണോ ദൈവയെ ഇതിനകത്ത് മുഴുവൻ. വെരി ഗുഡ് അതിഥി. ഗോഡ് ബ്ലെസ് യു. മക്കളെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ ഈ ഇവിടെ മൊത്തം മഴയാണെന്ന് വെച്ചോ, കുറേ നേരമായിട്ട് മഴ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മഴയുടെ കുളിരിൽ തണുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിങ്ങനെ പാടും. ഈ പാട്ട് എങ്ങനെ പാടും? പാട്ട് പാടാൻ പറ്റൂല. അത് ശ്രുതിയിൽ പാടും. പ്രണയമണി തൂവൽ പൊഴിയും നമ്മുടെ വൈഷ്ണവി കുട്ടി പറയില്ലേ അങ്ങനെ, തണുപ്പായിരുന്നു സാർ, അതുപോലെ വൈഷ്ണവി അമ്മൂമ്മ. എനിക്ക് ആദ്യം പാടി കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. അതെങ്ങനെയായിരുന്നു? പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. അതുകൊട്ടെ ഇപ്പൊ എന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണെന്ന് വെച്ചാൽ, അതിഥിക്ക് എന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ പാടും? പ്രണയമണി പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. അല്ല കറക്റ്റ് എക്സ്പ്രഷൻ ആണല്ലോ സാർ. അല്ല അത് കറക്റ്റ് ആണ്. അതിന് മുമ്പേ ഒരു കാര്യം കൂടെ ചെയ്യണം. പുല്ലേ പ്രണയം. യു ആർ എ ബോൺ ആർട്ടിസ്റ്റ് ആടാ അതിഥി. ഇനി എന്തൊക്കെ വെളി വരാതിരിക്കണം. ഓക്കെ, അപ്പൊ ഗ്രേഡ് ഒന്നും വേണ്ടേ? ലെറ്റ്സ് ആസ്ക് മുത്തുമണി. മുത്തുമണി തുള്ളിച്ചാടി വരുന്നു സാർ. തീർന്നു മുത്തുമണീന്റെ എല്ലാ തുള്ളിച്ചാട്ടൊക്കെ നിന്നു. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മുത്തുമണി. തുണി ഇന്ന് ഭയങ്കര ആവേശത്തിലാ, നോയിക്കോട്ടോ. മുത്തുമണി എന്റെ കയ്യിൽ നിന്ന് നിറയ്ക്കണം. കൊടുക്കൂ. മുത്തുമണി says only one grade can be awarded today. ഇത് പറഞ്ഞ തോന്നും മറ്റുള്ളവർക്കെല്ലാം 2 ഗ്രേഡ് വീതം കൊടുക്കണം. അങ്ങനെയല്ല പറയുന്നത്. ഒരൊറ്റ ഗ്രേഡ് മാത്രമേ ഈ പെർഫോമൻസിന് കൊടുക്കാൻ പറ്റൂ. And that is A ultimate. Thank you sir. Thank you so much. ഒരൊറ്റ ഗ്രേഡ് മാത്രമേ ഈ പെർഫോമൻസിന് കൊടുക്കാൻ പറ്റൂ. And that is A ultimate. Thank you sir. Thank you so much. ടൂമച്ചേ കുറയണോ? വേണമെങ്കിൽ ഞാനിപ്പോ പോക്കറ്റ് കുറയ്ക്കാന്ന് ടോപ്പാക്കി തരാൻ മോളെ. വേണ്ടേ? പോക്കറ്റ് വിചാരിച്ച നടക്കാത്തൊന്നുമില്ല. പൂക്കുറ്റിയാണ് അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുന്നത്.
spooks. Congratulations, Aditi is awarded A Ultimate. താങ്ക് യു സർ, താങ്ക് യു. ഓ, മുത്തുമണിക്ക് ഈടായിട്ട് അതിഥിന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും തരുവേ അൾട്ടിമേറ്റും ടോപ്പും ഒക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. മുത്തുമണിക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ചിലവൊക്കെ ചെയ്ത് കൊടുത്തോ. മുത്തുമണിക്ക് കുറച്ച് മഷിയൊക്കെ ഒഴിച്ചു കൊടുക്കുക, കുറച്ചുകൂടെ തീർന്ന് പോകാണ്ടിരിക്കട്ടെ മുത്തുമണിയുടെ. മോളെ, മോക്ക് ഇംപെക്സ് നൽകുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ തെറ്റിക്കാൻ നോക്കണ്ട, സമ്മാനമായിട്ട്. വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നിൻ ജീവനിലേറിയതാരോ, കാറ്റിൽ കണ്ണിമ തെല്ലടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാരോ. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് 4 മുഴം വീരാലി പട്ടുവേണം. പാട്ട് ഗംഭീരമായിട്ട് പാടി. പക്ഷെ അതിന്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആനന്ദയാഴை மீட்டுகிறாய் அடி நெஞ்சில் வண்ணம் தீட்டுகிறாய். കരയുന്ന എന്തിനാ? അച്ഛൻ സിംഗപ്പൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്ര നേരം ഞാൻ നിങ്ങളെ എന്തെല്ലാം പുകഴ്ത്തി പറഞ്ഞു. 60 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ശരിക്കും എത്രയാണ്? 50. അത്രയായുണ്ട് അല്ലേ? ഗോഡ് ബ്ലസ്. ആ, എന്താ നക്ഷത്രം? പുണർദം. പുണർദം. എന്റെ ശിഷ്യനെന്ന് കവടി വെച്ച് നോക്കട്ടെ, എങ്ങനെയുണ്ട് സമയം ഇപ്പൊ നേരത്തെ. ഒരു ഹോസ്പിറ്റലിന്റെ പേര് എന്റെ മനസ്സിലോട്ട് വരുന്നു. കെ വെച്ച് ഗുരു, അത് കിട്ടുന്നുണ്ടോ? കിൻഡർ. കിൻഡർ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് തോന്നുന്നു രാത്രി അവിടെ എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു. 2 ദിവസം മുമ്പേ അവിടെ പോയിരുന്നു. ശരിയാണ്. ജ്യോതിഷത്തിൽ എന്റെയും വിശ്വാസം കൂടി. ആണല്ലേ? എന്റെ ഒരു നോട്ടത്തിൽ അതിനകത്ത് ഇത്തിരി പൈസ നഷ്ടം, അതായത് ധനനഷ്ടം കാണുന്നുണ്ട്. ധനനഷ്ടം എനിക്കല്ല, ഫൈസലിനാണ്. അല്ല, ആർക്കോ താങ്കൾ വഴി മാനഹാനി ലിനുനും. അപ്പൊ ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ ജോസ് അണ്ണൻ അറ്റ് 50 നമുക്ക് സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ. Wow.
നമുക്ക് മിസ് ചെയ്തല്ലേ സാർ ഇത്. ഇവര് ഭയങ്കര സെലിബ്രേഷൻ നമ്മൾ ആരെയും കൂട്ടാണ്ട്. എനിക്ക് നന്ദി പറഞ്ഞാൽ തീരാത്തത്രയും, കാരണം ഞാൻ അവിസ്മരണീയമായ സംഭവമായിപ്പോയി. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്. ഞാൻ റൂമിൽ റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം ഫൈസൽ പറഞ്ഞു ഒരാളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. ഡാർക്ക് റൂമിലേക്ക് ജസ്റ്റ് ലൈറ്റ് ഓപ്പൺ ചെയ്തു. ഇറ്റ്സ് അമേസിങ്. എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു, പേരൻസ്, പാർട്ടിസിപ്പൻസ് ആൻഡ് ക്രൂസ്, എവറിബഡീസ്. ജോസണ്ണന് എല്ലാ ആരോഗ്യ സൗഖ്യവും സംഗീതത്തിനും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. എന്താ പറയുന്നത്, എല്ലാ നന്മകളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. കാരണം നമുക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ. ആരോഗ്യം മതി, വേറൊന്നും വേണ്ട. ഓക്കെ, അപ്പം സ്റ്റേജിലോട്ടൊന്ന് വരിക. ഈ ഒരു നിമിഷത്തെ ഞാൻ ഒരിക്കലും മറക്കില്ല. ദൈവം തന്നൊരു അനുഗ്രഹമാണ്. എൻ്റെ ജ്യേഷ്ഠതുല്യനായ ശ്രീകുട്ടൻ ചേട്ടനും കുട്ടൻ്റെ ബാക്കിൽ ചിരകാല സുഹൃത്തായ എന്നേ പറയാൻ പറ്റുള്ളൂ ജയചന്ദ്രൻ സാറും സിതാരെ പിന്നെ അറിയാം. മോൾക്കും നന്ദിയുണ്ട്. ഇനി ടോപ്പ് സിംഗറിന്റെ പ്രിയ പ്രേക്ഷകരുടെ സമയമാണ്. ഓഡിയൻസ് ചോയ്സിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ഓഡിയൻസ്, ഇന്ന് ആരാണ് ടോപ്പ് സിംഗർ വേദിയിൽ വന്ന് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റിനെ കൊണ്ട് പാട്ട് പാടിക്കാൻ പോണേ? ഹലോ ചേച്ചി. ഹലോ, പേരെന്താ? റെജീന സോജി. ഓക്കെ, ചേച്ചിന്റെ വീട് എവിടെയാ? തൊടുപുഴ. തൊടുപുഴയില്. ടോപ്പ് സിംഗർ കാണാറുണ്ടോ? സ്ഥിരമായിട്ട് കാണാറുണ്ട്. ആരെ ഏറ്റവും ഇഷ്ടം? അനന്യ, ദേവിക, എല്ലാവരും തന്നെ ഇഷ്ടമാണ്. കുഞ്ഞു കുട്ടികൾ എല്ലാവരും ഇഷ്ടമാണ്. ഓ, അപ്പം ഇന്ന് ആരെ കൊണ്ടാ പാട്ട് പാടിക്കണേ? നമുക്ക് ദേവിക, ഓറഞ്ച് കുട്ടി ദേവിക കൊണ്ട് പാടിക്കാം അല്ലേ? വിളിക്കട്ടെ ഓറഞ്ച് കുട്ടീനെ. വെൽക്കം ദേവിക കുട്ടി ഓൺ സ്റ്റേജ്. ഇന്ന് ഓറഞ്ച് കുട്ടി ചേച്ചിനെ കാണാൻ ഓറഞ്ച് ആയിട്ടാ വന്നിരിക്കുന്നത്. സുഖാണോ? സുഖാണ്. ചേച്ചിയുടെ പേരെന്താ? പ്രജീന സോജി. ദേവിക കുട്ടിയെ കാണാൻ വന്നതാ. ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിക്ക്. ഏത് പാട്ടാ ചേച്ചിക്ക് പാടിക്കൊടുക്കുന്നത് ദേവിക കുട്ടി? ചെമ്പാവ് പുന്നില്ലിൻ ചോറോ. ഓക്കെ, ചേച്ചിക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് കേൾക്കാം അല്ലേ? ഓക്കെ, നന്നായി പാടണേ. ചെമ്പാവ്
ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? The very, very talented Aditi. അതിഥി, വെൽക്കം ഓൺ സ്റ്റേജ്. കെവിൻസ് മിൽക്ക് ഷേക്ക് നൽകുന്ന ഒരു സമ്മാനം. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന മറ്റൊരു സമ്മാനം. ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം നൽകുന്ന മറ്റൊരു സമ്മാനം. മൊമെന്റ് ഓഫ് ദ ഡേ MG ഞങ്ങൾ വെച്ചെടുക്കും. മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ